ഈ അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടില്. അതിനു മുമ്പ് DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനയാ. നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്നറിയാം. ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുകാരിയെ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്ത് ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാ ഈ ദേവദാസ്. വരണം വരണം വരണം. ഇരുതാട്ടെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. ഒരല്പം തിരക്കിലായിരുന്നു. പേപ്പറിൽ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ. CBIക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ സാറേ? അതുപോട്ടെ, കാപ്പിയോ ചായയോ പാലും വെള്ളമോ അല്ല ബ്രാഹ്മണനായോണ്ട് ചോദിച്ചു പോയതാ. ഒന്നും വേണ്ട. ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു. ചില സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു. അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല. അത് ആവശ്യമില്ലെന്ന് തോന്നി. ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ആ ഡോക്ടറെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. കഷ്ട. മൊഴി വാമൊഴിയാണ്. ചിലപ്പോൾ തെറ്റാം. എനിക്കും തനിക്കും. ആസ് പെർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ പ്രാധാന്യമുള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് എ സൈൻഡ് ഡോക്യുമെന്റ്. ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്ന് അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാ മതി, മണത്തറിയും. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറയുന്നത്. ഐ റിപ്പീറ്റ്, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഡോക്ടർ ഹൂ കണ്ടക്ടഡ് ദ പോസ്റ്റ്മോർട്ടം. ഐ ഹാവ് എക്സ്പ്ലെയിൻ മൈ കൺക്ലൂഷൻസ്. ശരി സാർ, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു. സാർ അത് വിട്ടുപോയി. എന്താ? സ്പോട്ടിൽ ചെന്ന് നിന്നാ മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഹലോ, DYSP ദേവദാസ് സാറല്ലേ? ഇത് ഔസേപ്പച്ചനാന്നേ. ആ CBIക്കാരന്മാര് 2 ആൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ,
എവറിങ് റെഡി മിസ്റ്റർ വിക്രം? യെസ് സർ. ആ ഡെമ്മി ഇങ്ങോട്ട് എടുക്കും. ഡെഡ് ബോഡിയുടെ വെയിറ്റും ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സാർ, ചെക്ക് ചെയ്തു. വെയിറ്റ്. ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. ലൈക്ക് ദിസ്. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. എങ്ങനെ? ലൈക്ക് ദാറ്റ്. റെഡി അല്ലേ? റെഡി സാർ. കം ഓൺ. വിക്രം, മാർക്കറ്റ്. യെസ് സർ. Harry, take the other one. ശരി സാർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്, then roll it. Right. See the difference? Vikram, you note the distance between two bodies? Dummy to dummy, 4 feet. Dummy to the wall. First dummy. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. How much is there? Dummy to dummy, 4 feet. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. Over. Remove the dummies. Okay, sir. Remove it. ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നതെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുവോ? ഇല്ല സാർ. അപ്പോ അത് തന്നെ സാർ. സാറേ, ഈ CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല. ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും, നോക്കും. ഹലോ, സാർ, ഇവിടെയാണ് ഓമനയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ഭിത്തിയും ഡെഡ് ബോഡിയും തമ്മിൽ എത്രയാ ദൂരം ഉണ്ടായിരുന്നത്? 12.5 feet. നമ്മുടെ രണ്ടാമത് ഡമ്മി ഇട്ടില്ലേ, ആ, ആ ഡമ്മി എത്ര ദൂരത്തിലാ ചെന്ന് വീണത്? 8 feet. അപ്പോ രണ്ട് ഡമ്മിയും തമ്മിൽ 4 ഫീറ്റിന്റെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എത്ര ശ്രമിച്ചാലും ശരി, ആ സ്ത്രീ സ്വയം ചാടിയതാണെങ്കിൽ ഇത്രയും ദൂരെ ചെന്ന് വീഴില്ല. തനിക്കെന്ത് തോന്നുന്നു? ശരിയാണ് സർ. തനിക്കോ? ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ല സാർ. ഒരുപക്ഷെ ഓമന വന്ന് വീണത് ഇവിടെ ആയിരിക്കും. തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞു ഉരുണ്ട് ഇവിടെ എത്തിയതാവാൻ പാടില്ലേ സാർ? യു ആർ കറക്റ്റ്. വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് എവിടെ? റൂമിലുണ്ട് സർ. ബ്രിങ് ഇറ്റ്. ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഡെഡ് ബോഡി ഉരുളുവോ? ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ. സപ്പോസ് ഹാരി പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ട് ഇവിടെ എത്തിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴുകിയ രക്തത്തിന്റെ പാടുണ്ടാവണം. ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ. ഇല്ലല്ലോ. ഇല്ല സാർ. ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം. വാട്ട് യു സേ? ഐ എം സോറി സാർ. ഡോണ്ട് ഫീൽ സോറി. യു ആസ്ക്ഡ് എ വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഫോട്ടോഗ്രാഫ്സ് ചെക്ക് ചെയ്തത്.
ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു, മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത്. ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ഹാരി പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും. അപ്പോ 12.5 അടി ആവില്ല ഈ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാണ്. Bring that sari. Yes, sir. അരയ്ക്ക് താഴെ മുറിവുകളായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ലല്ലോ. ഇല്ല സർ. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു? നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റിന് അയക്കണം. യെസ് സർ. ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. പട്ടേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റർ കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. ഹരി, എന്താടാ നാരായണൻ അതിനും മാറില്ലടാ. വാടാ, ഇറങ്ങി വേടാ. ഹരി, go inside, man. Oh, വിക്രം, ചെല്ലു. നീ എന്നെ പേടിപ്പിക്കാനടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും, നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി പോവും, ഞാൻ ഡൽഹി. സാറ് പറഞ്ഞിട്ടാണ് എനിക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ വിവരം കെട്ടവര് വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. വിക്രം സർ, ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവൻ അവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ്, വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്.